ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എൻ്റർപ്രണർ ആണ് അല്ലേ. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു സംരംഭകൻ അല്ലേ. അതിന് മലയാളം എന്താണ്? സംരംഭകൻ. അദ്ദേഹത്തിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക് എന്തെങ്കിലും ഇൻഡിപെൻഡൻസ് ആയിരിക്കണം, അദ്ദേഹം ഹാർഡ് വർക്ക് ആയിരിക്കണം, ഡിസയർ അച്ചീവ് ഗോൾസ്, അദ്ദേഹത്തിന് ലക്ഷ്യങ്ങൾ നേടണമെന്ന് ആഗ്രഹമുള്ള ആളായിരിക്കണം, ഡൈനാമിക് ഔട്ട്ലുക്ക് ആയിരിക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞതാണ് ശരി നീ പറഞ്ഞത് തെറ്റാന്നൊക്കെ പറഞ്ഞാൽ വലിയ ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പാടില്ല. അദ്ദേഹം നിഷ്പക്ഷ മനോഭാവമുള്ള ആളായിരിക്കണം, ഓപ്പൺ ഔട്ട്ലുക്ക് ആയിരിക്കണം അല്ലെ. എല്ലാം അതിൻ്റെതായ പോസിറ്റീവ്ലി കാണാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എല്ലാത്തിനും ഉപരി എന്തായിരിക്കണം? വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതായത് അദ്ദേഹം ഒരു ചെറിയൊരു കട, ഒരു ഷോപ്പാണെങ്കിലും അതിലേക്ക് ക്യാഷ് ഇടുമ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണം? കുറച്ച് അദ്ദേഹത്തിന് വർക്കിംഗ് റിലേഷൻഷിപ്പ് മീൻസ് അദ്ദേഹത്തിന് അതിലേക്ക് ഉള്ള വർക്കിംഗ് കോൺഫിഡൻസ്, ആ ഒരു എന്ത് അധ്വാനിക്കാനുള്ള മനസ്സ്, അത് അധ്വാനിച്ച് മുന്നോട്ട് പോകുന്നുള്ള വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. ഗുഡ് ഓർഗനൈസർ ആയിരിക്കണം. അദ്ദേഹം വർക്ക് ചെയ്ത് മാത്രം പോരാ. അദ്ദേഹം ഇപ്പോൾ ഒരു നമ്മൾ എക്സാമ്പിൾ ഷോപ്പാണെങ്കിൽ അവിടെ വരുന്ന ആളുകൾ, പോകുന്ന ആളുകൾ, വരുന്ന ആളുകൾ അവർ കോർഡിനേറ്റ് ചെയ്യാനും പിന്നെ ആ കച്ചവടം മുന്നോട്ട് പോകാനും എന്തൊക്കെ മെറ്റീരിയൽസ് വാങ്ങാനും കൊടുക്കാനും ആ കാര്യങ്ങൾക്കൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ പവറുള്ള ആളായിരിക്കണം എൻ്റർപ്രണർ. ഓക്കെ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർ. എന്താണ് എൻ്റർപ്രണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ പറഞ്ഞത് അദ്ദേഹം കളക്ട് നെസറി ക്യാപിറ്റൽ വേണം. അത് ഡിസൈഡ് ടു ഫ്രം ഓർഗനൈസേഷൻ വേണം, ഡിസൈഡ് ടു ലൊക്കേഷൻ കണ്ടുപിടിക്കണം, കളക്ട് ഓഫ് നെസറി ക്യാപിറ്റൽ കാണണം, പ്ലേസ് ആൻഡ് ഓർഡർ ഓഫ് മെഷീനറി കാണണം, റിക്രൂട്ട്മെൻറ്റ് ഓഫ് ലേബർ തൊഴിലാളി. അതായത് സംരംഭകൻ അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിലേക്ക് ആരൊക്കെ ലേബേഴ്സിനെ കണ്ടുപിടിക്കണം, ദെൻ ഡിസൈൻ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കാണണം, ഫുൾഫിൽ ദ ഫോർമൽ ലെഞ്ചേഴ്സ് ആൻഡ് എൻ്റർപ്രണർ വേണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് പിടിച്ച് നിൽക്കാൻ പറ്റൂ, അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് നമ്മൾ പറയുന്നത്. ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഇനി പ്രൊമോട്ടേഴ്സ് എത്ര തരം പ്രൊമോട്ടേഴ്സ് ഉണ്ട്? ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്. എന്തൊക്കെ ടൈപ്സ് ആണ്? പ്രൊഫഷണൽ ടൈപ്സ്, പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്, പ്രൊഫഷണൽ ആയ പ്രൊമോട്ടേഴ്സിൽ അതായത് തൻ്റെ ബിസിനസ് സ്പ്രെഡ് ചെയ്യാനും വ്യാപിപ്പിക്കാനും ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണല്ലോ പ്രൊമോട്ടേഴ്സിലെ. ബിസിനസ്സിൽ കൂടുതൽ അവസരങ്ങൾ നോക്കിയിട്ട് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് പ്രൊമോട്ടേഴ്സ്. അവരെന്തായിരിക്കണം? പ്രൊഫഷണൽ ആയിരിക്കണം. ഓക്കെ, ദേ ആർ വേരിയസ് ടൈപ്പ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ദേ ആർ ക്ലാസിഫൈഡ് ആസ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് ആൻഡ് എൻ്റർപ്രണർഷ്യൽ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഗവൺമെൻറ് പ്രൊമോട്ടേഴ്സ്. അതിൽ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ആരാണ്? ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഫോമിംഗ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. ബിസിനസ് എൻ്റർപ്രൈസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. ആഫ്റ്റർ പ്രൊമോട്ടിംഗ് ആൻ എൻ്റർപ്രൈസ് ദേ ഇവൻച്വലി ഹാൻഡ് ഓവർ ദ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ദ കമ്പനി. ആൻഡ് നെക്സ്റ്റ് പ്രൊപ്രൈറ്ററി കൺസേൺ, പ്രൊമോഷൻ ഓഫ് ഡിഫറൻസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, എൻ്റർപ്രണറൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ്? ദി പ്രൊമോട്ടേഴ്സ് ഫ്ലോട്ട് ന്യൂ എൻ്റർപ്രൈസ് ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ ആൻഡ് സെക്യൂരിറ്റീസ് ഓഫ് മാർക്കറ്റ്. ദേ ആർ പീപ്പിൾ ഹു ഹാവ് financial stability and are looking forward new opportunities for entrepreneurial promoters. These promoters conceive the idea of new business. ഇവർക്ക് ഇങ്ങനെ എൻ്റർപ്രണർ ചെയ്യുന്ന ആൾക്കാർ ന്യൂ ബിസിനസ്സിൽ ന്യൂ ഐഡിയ ഉള്ള പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോട്ടേഴ്സ്, സോ ദേ ആർ സം സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി എക്സാമ്പിൾ പറയുന്നത് എന്താ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോട്ടേഴ്സിൻ്റെ എക്സാമ്പിൾ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി ബന്ധപ്പെട്ട പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊളാബറേഷൻ വിത്ത് അതർ എൻ്റർപ്രൈസ് ലോഞ്ച് ഓഫ് എൻ്റർപ്രൈസ് ഗവൺമെൻറ്. സിൻസ് ഇൻഡിപെൻഡൻറ്റ് ഗവൺമെൻറ് ഇന്ത്യ ഹാസ് എമർജ്ഡ് എ ബിഗ് പ്രൊമോട്ടർ ഓഫ് എൻ്റർപ്രൈസ്. ഇന്ത്യ ഹാസ് പ്രൊമോട്ടഡ് സെവറൽ എൻ്റർപ്രൈസ് ഡിഫറെൻറ്റ് fields such as ordnance factors, heavy electrical shipping. The extra promotion of different types of organization. Different type of organization ഏതൊക്കെയാണെന്ന് നോക്കാം. proprietary concern and proprietorship firm. proprietary concern, proprietary firm മറന്നു പോകരുത്.
ഓക്കെ, ഈ രണ്ട് തരത്തിലാണ് അതുള്ളത്. നെക്സ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്? യു ഹാവ് ലേൺ അബൌട്ട് കമ്പനി ഇൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ദി പേഴ്സൺ ടു സ്റ്റാർട്ട് എ കമ്പനി. എ പാർട്ട്ണർഷിപ്പ് ഫേം ഓൾസോ മസ്റ്റ് ഹാവ് മോർ ദാൻ എ പേഴ്സൺ ഇൻവോൾവ് ഇൻ എ ബിസിനസ്. ഒരു പേഴ്സൺ ഒരു ബിസിനസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ ബട്ട് ലീഗലി സ്പീക്കിംഗ് പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് എക്സിസ്റ്റൻറ്റ് പാർട്ട് ഫ്രം ഹിസ് പാർട്ട്ണർ. ഓൺ ദ അതർ ഹാൻഡ് എ കമ്പനി ആഫ്റ്റർ ഹിസ് ഫോംഡ് അക്വയർസ് കെയർ ലീഗൽ. Because of this feature, the promotion of company requires number of legal formalities. അല്ലേ, നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 contain provisions regarding to legal formalities of setting a company. You know, from the point of view of ownership, mainly two types of companies can be formed under the Companies Act: private company and public company. The promoters have to decide which type of company they should prefer for the purpose of running business. Promoters business running ചെയ്യാൻ promoters എന്ത് ചെയ്യും, maximum ഇവരെന്ത് ചെയ്യും, decide to type of company. And promoters generally want to the liability of members should be limited to amount of capital that agree to contribute. Accordingly, the company decide to set up maybe private limited company or a necessary that company is duly registered under the Companies Act. The official group of status in India, there is a registration companies. For India, there is a register of companies for the Union Territory of Delhi and registration of company. Next, registration of a company as known as incorporation. അതായത് രജിസ്ട്രേഷൻ ഓഫ് കമ്പനി ഈസ് ഓൾസോ നോൺ ആസ് ഇൻകോർപ്പറേഷൻ. രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ഫസ്റ്റ് നമ്മളെന്താ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നാലത് ജോയിൻറ്റ് സ്റ്റോക്ക്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ഈസ് ഓൾസോ നോൺ ആസ് ഇൻകോർപ്പറേഷൻ. അതിന് എന്തെന്ന് വിളിക്കുന്നു? ഇൻകോർപ്പറേഷൻ എന്നൊരു കമ്പനി രജിസ്ട്രേഷൻ ഡാഷ് എന്ന് പറയുന്നു. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് incorporation company. A company is said that to be incorporated when they receive the certificate of incorporation from register of companies. The certificate incorporation is conclusive proof that the company bearing a specific name has been lawfully formed. The promoter has to take the following steps for obtaining the certificate incorporation: selecting a name for the company, preparation and printing the document to be filled, filling the document with the registration company. സെലക്ടിങ് ദ നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് പ്രിൻറ്റിങ് ഓ ഡോക്യുമെൻറ്റ് ടു ബി ഫിൽഡ്, ഡോക്യുമെൻറ്റ് ഫില്ല് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ദെൻ ഫില്ലിങ് ദ ഡോക്യുമെൻറ്റ് വിത്ത് രജിസ്ട്രേഷൻ ഓഫ് കമ്പനി. ഓക്കെ, the memorandum of association company following particular under difficult clauses name. അത് memorandum. what is memorandum? അതിൽ എന്തൊക്കെ ഉണ്ടാവും? name of the company, name of the state and object clause and declaration that liability of members and capital cost and declaration of significance. Okay, written consent and direct of act of capacity, the sanitary declaration starting notice of the registered board and commencements of business for public limited, preparation and registration of prospectus a private limited, and subscription and allotment sphere. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പനി അലോട്ട് ചെയ്തെന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, and must be raised by the shares of which expected purchase price of property bought to be bought and preliminary expenses. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ ചിലവാക്കണം. റീപേയ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ വർക്കിംഗ് ഈക്വൽ ക്യാപിറ്റൽ റിക്വയർഡ് വേണം. ആൻഡ് അതർ പേയ്മെൻറ്റ് ദേ മേ ബി സ്പെസിഫൈഡ് ഓർ ഡിക്ലറേഷൻ ഓഫ് കോംപ്ലിയൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം സെലക്ഷൻ ഓഫ് നെയിം അല്ലേ, പ്രൊമോട്ടേഴ്സ് ഡിസിഷൻ. അതായത് കമ്പനി പ്രൊമോഷനിൽ വരുന്നത് പ്രൊമോട്ടേഴ്സ് ഡിസിഷൻ. കമ്പനി പ്രൊമോഷനിൽ വരുന്ന കാര്യം പ്രൊമോട്ടേഴ്സ് ഡിസിഷൻ, പ്രൈവറ്റ് കമ്പനി ആൻഡ് സെലക്ഷൻ ഓഫ് നെയിം ആൻഡ് പബ്ലിക് കമ്പനി, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ലിസ്റ്റ് ഓഫ് directors and consent of directors, file application for registration, issue of certificate and appointment bankers, prepare prospect, statement of prospect, registration of prospect, issue of prospect. ഇതെല്ലാം പ്രൊമോഷൻ വർക്കിൽ വരുന്നതാണ്. ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഓഫ് ബിസിനസ് ഓഫ് രജിസ്റ്റർ. ഓക്കെ,
ബിസിനസ് പ്രൊമോഷൻ്റെതാണ് നമ്മളിപ്പോൾ. നെക്സ്റ്റ്, ഗവൺമെൻറ് അണ്ടർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദ പ്രൊമോട്ടേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ടേബിൾ ടു ഫോളോ. അതായത് ദ പ്രൊമോട്ടേഴ്സ് അണ്ടർ എന്തിൻ്റെ അണ്ടറിലുള്ള പ്രൊമോട്ടേഴ്സാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ടു ടേക്ക് ദ ഫോളോയിങ് സ്റ്റെപ്പ് ടു ഗെറ്റ് രജിസ്റ്റേർഡ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ കമ്പനിയോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. മേക്ക് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് രജിസ്റ്റർ, prepare the bylaws, and the application and bylaws have to sign the promoters. Then next ഇതിൽ പറയുന്നത് some useful books നമുക്ക് റെഫർ ചെയ്യാനൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ഫങ്ഷൻ, ഫിനാൻഷ്യൽ ഫങ്ഷൻ, ലോജിക്കൽ ഫങ്ഷൻ, ടെക്സ്റ്റ് ആൻഡ് ഫോർമാറ്റിംഗ് ഫങ്ഷൻ, ഡേറ്റ് ആൻഡ് ഫങ്ഷൻ. ലെറ്റ് സം objectives in the introduction. At home we keep track our budget and investment of the business management. At the office we have numerous things. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എൻ്റർപ്രണറിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു എൻ്റർപ്രണർ എന്തൊക്കെ വേണം, അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയി ചിന്തിക്കണം, ഹാർഡ്